ഫസ്സി റൂൾ ബേസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ ഫസ്സി സിസ്റ്റം ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഫസ്റ്റ് എഴുതേണ്ട വരി എന്താണ്? ഫസ്സി ലിംഗ്വിസ്റ്റിക് ഡിസ്ക്രിപ്ഷൻസ് ആർ ഫോർമൽ റെപ്രസെൻറ്റേഷൻസ് ഓഫ് സിസ്റ്റംസ് മെയ്ഡ് ത്രൂ ഫസ്സി ഈഫ് ദെൻ റൂൾസ്. നിങ്ങൾക്കറിയാം റൂൾ ബേസ്ഡ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രൊഡക്ഷൻ റൂൾ എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? എക്സ്പേർട്ട് സിസ്റ്റം തന്നെയാണ്. അപ്പോൾ ഫസ്സി ലിംഗ്വിസ്റ്റിക് ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ സിസ്റ്റത്തിനെ ഫസ്സി ഈഫ് ദെൻ റൂൾസ് ഉപയോഗിച്ച് റെപ്രസെൻറ്റ് ചെയ്താൽ എന്തായി? ഫസ്റ്റ് ലിംഗ്വിസ്റ്റിക് ഡിസ്ക്രിപ്ഷനായി. ഇനി അങ്ങനെയുള്ള അപ്പോൾ ദേ എൻകോഡ് നോളജ് അബൌട്ട് എ സിസ്റ്റം ഇൻ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഫ് ദ ഫോം ഇഫ് എ സെറ്റ് ഓഫ് കണ്ടീഷൻസ് ആർ സാറ്റിസ്ഫൈഡ് ദെൻ എ സെറ്റ് ഓഫ് കോൺസിക്വൻസ് ആർ ക്യാൻ ബി ഇൻഫേർഡ്. അപ്പോൾ കുറേ കണ്ടീഷൻസ് സാറ്റിസ്ഫൈ ചെയ്യുന്നെങ്കിൽ കുറേ ആക്ഷൻസ് നടക്കും. നമ്മൾ സാധാരണ റൂൾ ബേസ്ഡ് സിസ്റ്റം അല്ലെങ്കിൽ പ്രൊഡക്ഷൻ സിസ്റ്റം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ്? രണ്ട് സൈഡിലും ലെഫ്റ്റിലും റൈറ്റിലും കുറേ സംഭവം കാണാം. അത് ഈക്വൽ ടു വെച്ച് ബന്ധിപ്പിച്ചിരിക്കും. ലെഫ്റ്റിലെ കണ്ടീഷൻസൊക്കെ സാറ്റിസ്ഫൈ ആണെങ്കിൽ റൈറ്റിലെ ആക്ഷൻസ് നടക്കും. ഇവിടെ അങ്ങനെ തന്നെയാണ്. അവിടെ ഏത് റൂളാണ്? അവിടെ നമ്മൾ സാധാരണ ഈഫ് ദെൻ റൂൾ പറയുന്നെങ്കിൽ ഇവിടെയോ ഫസ്സി ഈഫ് ദെൻ റൂൾസ് അനുസരിച്ച് നോളജ് എൻകോഡ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്സി റൂൾ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഫസ്സി ഈഫ് ദെൻ റൂൾസിന് എങ്ങനെയായിരിക്കും കോഡ് ചെയ്യുന്നത്? ഈഫ് എക്സ് ഈസ് മറ്റേ കണ്ടോ ഫസ്സി സെറ്റാണ്. അവിടെ A1 മുകളിൽ ഒരു ഇത് ടിൽഡിൻ്റെ സിമ്പിൾ, X2 ഈസ് A2 ടിൽഡിൻ്റെ സിമ്പിൾ, Xn ഈസ് AN ടിൽഡ് സിമ്പിൾ, ദെൻ Y ഈസ് B1 എന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ ഫസ്സി സെറ്റുകളാണ് ഇവിടെ നമ്മൾ, അല്ലെങ്കിൽ ഫസ്സി റിലേഷൻസ് ആണ് ഇവിടെ നമ്മൾ ഉപയോഗിക്കുന്നത്. വേറെ ലിംഗ്വിസ്റ്റിക് വേരിയബിൾസ് XI YJ ടേക്ക് ദ വാല്യൂസ് ഓഫ് ഫസ്സി സെറ്റ്സ് AI BJ റെസ്പെക്റ്റീവ്ലി. ഓക്കെ, ഇനി എക്സാമ്പിൾ, ഇഫ് ദെയർ ഈസ് ഹെവി റെയിൻ ആൻഡ് സ്ട്രോങ് വിൻഡ്സ് ദെൻ ദെയർ മസ്റ്റ് ബി സിവിയർ വാർണിംഗ്, ഫ്ലഡ് വാർണിംഗ്. അപ്പോൾ ഒരുപാട് മഴ പെയ്താൽ എന്ത് പറ്റും? ഫ്ലഡ് വരും. അപ്പോൾ ഹെവി സ്ട്രോങ് എന്നൊക്കെ പറയുന്നത് കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ എന്ത് പറയുക? ഇവിടെ ഫസ്സി സെറ്റ്സ് ആണ് ക്വാളിഫൈങ് ദ വേരിയബിൾ. ഈ റെയിന്, വിൻഡ്, ഫ്ലഡ് എന്നൊക്കെ പറയാൻ ഉപയോഗിക്കുന്നത് എന്താണ്? ഫസ്സി വാല്യൂസ് ആണ്. ഓക്കെ, ഹെവി, സ്ട്രോങ്, സിവിയർ എന്ന് പറയുന്നതൊന്നും ബൂളിയൻ വാല്യൂസ് അല്ല. അപ്പോൾ ഇങ്ങനെയുള്ള സംഭവങ്ങൾ ഈഫ് ദെൻ വെച്ച് പറയാൻ, അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പേർട്ട് സിസ്റ്റത്തിനെ വർക്ക് ചെയ്യിക്കാനാണ് നമ്മൾ എന്ത് പറയുന്നത്? അങ്ങനെ വർക്ക് ചെയ്യുന്നെങ്കിൽ അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഫസ്സി റൂൾസ് ഉപയോഗിച്ച് വർക്ക് ചെയ്യുന്ന എക്സ്പേർട്ട് സിസ്റ്റമാണ് എന്ത്? ഫസ്സി റൂൾ ബേസ്ഡ് സിസ്റ്റം എന്ന് പറയുന്നത്. ഓക്കെ, നിങ്ങൾക്ക് അറിയണം റൂൾ ബേസ്ഡ് സിസ്റ്റം ആണ് എക്സ്പേർട്ട് സിസ്റ്റം ആണെന്ന്. ഇനി കളക്ഷൻ ഓഫ് റൂൾസ് റെഫറിങ് ടു എ പർട്ടിക്കുലർ സിസ്റ്റം ഈസ് നോൺ ആസ് ഫസ്സി റൂൾ ബേസ്. അപ്പോൾ ഈ റൂൾസിൻ്റെ കളക്ഷൻ നമുക്ക് എന്ത് പറയാം? ഫസ്സി റൂൾസ് ആയതുകൊണ്ട് നമ്മൾ എന്ത് പറയും? ഫസ്സി റൂൾ ബേസ് ആണെന്ന് പറയും. നമ്മൾ സാധാരണ നോളജ് ബേസ് എന്ന് പറയും, ഇവിടെ എന്ത് പറയും? ഫസ്സി റൂൾ ബേസ് എന്ന് പറയും. അതുപോലെ ഇഫ് ദ കൺക്ലൂഷൻ സി ടു ബി ഡ്രോൺ ഫ്രം എ റൂൾ ബേസ് ആർ ഇസ് ദ കൺജങ്ഷൻ ഓഫ് ഓൾ ദി ഇൻഡിവിജ്വൽ കോൺസിക്വൻസസ് CI ഓഫ് ഈച്ച് റൂൾ എന്ന് പറഞ്ഞാൽ കൺജങ്ഷൻ ഓഫ് ഓൾ ഇൻഡിവിജ്വൽ കോൺസിക്വൻസസ് ആണ് നമ്മൾ എഴുതേണ്ടെങ്കിൽ എന്ത് എഴുതും? നിങ്ങൾക്കറിയാം കൺജങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്ത്? C1 ഇൻ്റർസെക്ഷൻ C2 ഇൻ്റർസെക്ഷൻ എക്സെട്ര അപ് ടു CN എന്ന് എഴുതും. കൺജങ്ഷൻ ആണെങ്കിൽ നമ്മൾ ആൻഡ് എന്നുള്ള സിമ്പിളാണ്. അപ്പോൾ എന്ത് വരും? മിനിമം ഓഫ് മ്യൂ C1Y മ്യൂ C2Y എക്സെട്ര അപ് ടു മ്യൂ CNY എന്നുള്ള വരും. ഓക്കെ, കൺജങ്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും? അതിൻ്റെ മിനിമം വാല്യൂ എഴുതുക. Y ആണ് മൊത്തം എലമെൻസിൻ്റെ സെറ്റ് എന്ന് പറയുന്നത്. അടുത്ത, ഇഫ് ദ കൺക്ലൂഷൻ സി ടു ബി ഡ്രോൺ ഫ്രം എ റൂൾ ബേസ് ഈസ് ദ ഡിസ്റ്റങ്ഷൻ ഓഫ് ദി ഇൻഡിവിജ്വൽ കോമ്പോണൻസ്. ഡിസ്റ്റങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഓർ ഇടുന്നതാണ്. C ഈസ് ഈക്വൽ ടു C1 യൂണിയൻ C2 യൂണിയൻ C3 യൂണിയൻ CN. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ എഴുതും നമ്മൾ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ മ്യൂ CY എന്ന് പറയുന്നത് മാക്സിമം ഓഫ് മ്യൂ C1Y മ്യൂ C2Y മ്യൂ CNY അങ്ങനെ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്രയും ഉറപ്പായിട്ട് നിങ്ങൾ ഫസ്സി റൂൾ ബേസ്ഡ് സിസ്റ്റം ചോദിച്ചാൽ അറിഞ്ഞിരിക്കണം. പിന്നെ ഡീഫസിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ നമുക്കൊരു സിസ്റ്റത്തിൻ്റെ ഔട്ട്പുട്ട് ഫസ്സി ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? എളുപ്പമാക്കാൻ വേണ്ടി ഔട്ട്പുട്ടിന് നമ്മൾ സ്കേലർ ക്വാണ്ടിറ്റി ആയിട്ട് റെപ്രസെൻറ്റ് ചെയ്യും. അതിനെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? ഫസ്സി സെറ്റിനെ സിംഗിൾ ക്രിസ്പ് വാല്യൂ ആക്കുന്നതിനാണ് നമ്മൾ ഡീഫസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ്? ഒരു ഫസ്സി സെറ്റിനെ സിംഗിൾ ക്രിസ്പ് വാല്യൂ ആക്കുന്നതിനാണ് നമ്മൾ എന്ത് പറയുന്നത്? ഡീഫസിഫിക്കേഷൻ എന്ന് പറയുന്നത്. അതിന് 3 മെത്തേഡാണ് പ്രധാനമായിട്ട് പറയുന്നത്. സെൻട്രോയിഡ് മെത്തേഡ്, സെൻറ്റർ ഓഫ് സംസ്, അതുപോലെ മീൻ ഓഫ് മാക്സിമ. അപ്പോൾ ഈ 3 മെത്തേഡാണ് പ്രധാനമായിട്ട് പറയുന്നത്. അപ്പോൾ സെൻട്രോയിഡ് മെത്തേഡ് എന്ന് പറഞ്ഞാൽ അവിടെ ഏരിയ ഓക്കുപ്പൈഡ് ദ ഫസ്സി സെറ്റാണ് അവിടെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓർ സെൻറ്റർ ഓഫ് ഏരിയ മെത്തേഡ് എന്നാണ് പറയുന്നത്. അവിടെ ഇറ്റ് ഒബ്റ്റെയിൻസ് ദ സെൻറ്റർ ഓഫ് ഏരിയ ഓക്കുപ്പൈഡ് ബൈ ദ ഫസ്സി സെറ്റ്. ഇതിന് എക്സാമ്പിൾസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്, പ്രോബ്ലവും കൊടുത്തിട്ടുണ്ട്. അതുപോലെ സെൻറ്റർ ഓഫ് സം മെത്തേഡുണ്ട്, ഞാൻ പറഞ്ഞത്. അതുപോലെ മീൻ ഓഫ് മാക്സിമ എന്ന് പറഞ്ഞ മെത്തേഡുണ്ട്. ആക്ച്വലി ഈ ഡീഫസിഫിക്കേഷൻ എന്നുള്ള ടോപ്പിക്ക് നിങ്ങളുടെ കയ്യിൽ കറക്റ്റ് സിലബസിലില്ല. പക്ഷേ ഇതിൻ്റെ ഇടയിൽ കിടക്കുന്നതുകൊണ്ട് ഇനി ചോദിച്ചുകൂടായികയില്ല. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി പോകണം. പിന്നെ അത് കഴിഞ്ഞിട്ട് 2 എക്സാമ്പിൾസ് പറഞ്ഞിട്ടുണ്ട് ഫസ്സി സിസ്റ്റത്തിന്. എന്തൊക്കെയാണ്? ഗ്രിഗ് വയേർഡ്സ് ഫസ്സി ക്രൂയിസ് കൺട്രോൾ സിസ്റ്റവും എയർ കണ്ടീഷണർ കൺട്രോളറും. ഇതിൽ യമാകാവാസ് എയർ കണ്ടീഷണർ കൺട്രോളറാണ്
എനിക്ക് തോന്നുന്നു എളുപ്പം നിങ്ങൾക്ക്. ഈ ക്രൂയിസും ചിലർക്ക് എളുപ്പമായിരിക്കും. ക്രൂയിസ് എന്ന് പറഞ്ഞാൽ എന്താണ്? സ്പീഡിൽ പോകുന്ന ബോട്ടാണ്. അപ്പോൾ അതിന് ഏതൊക്കെ വേണം? സ്പീഡ് ഡിഫറൻസ്, ആക്സലറേഷൻ ആയിരിക്കും അവിടുത്തെ ഫസി വാല്യൂസ് എന്ന് പറയുന്നത്. ഔട്ട്പുട്ട് എന്തായിരിക്കും? ത്രോട്ടിൽ കൺട്രോൾ ആയിരിക്കും. അതുപോലെ ആ പടം നിങ്ങൾ ഏത് ഫസി സിസ്റ്റത്തിൻ്റെ എക്സാമ്പിൾ എഴുതിയാലും ആ പടം വരയ്ക്കണേ. അതുപോലെ ഫസി റൂൾ ബേസ് എന്ന് പറഞ്ഞാൽ സ്പീഡ് ഡിഫറൻസ് നെഗറ്റീവ്ലി ലാർജ് ആണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ 0 ആയിരിക്കും. അപ്പോൾ ത്രോട്ടിൽ കൺട്രോൾ എന്ന് പറഞ്ഞാൽ പോസിറ്റീവ്ലി ലാർജ് ആയിരിക്കും. സ്പീഡ് കുറച്ച് പോകുന്നെങ്കിൽ ഭയങ്കര കൺട്രോൾ കാണും. ഇനി സ്പീഡ് ഡിഫറൻസ് എന്ന് പറഞ്ഞാൽ 0 ആവുകയാണെങ്കിൽ ആക്സിലറേഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? നെഗറ്റീവ് ലാർജ് ആയിരിക്കും. വലിയ ആക്സിലറേഷൻ ഒന്നും ഉണ്ടാകത്തില്ല, പതുക്കെയാവും. അപ്പോഴും കൺട്രോൾ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? പോസിറ്റീവ്ലി ലാർജ് ആയിരിക്കും. മനസ്സിലായോ? ഇതെന്ന് പറഞ്ഞാൽ ഒരു ഷിപ്പ് എങ്ങനെ ഓടിക്കാമെന്ന് നമ്മളൊരു കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുകയാണ്. അതാണ് ഗ്രീക്ക് വേർഡ്സ് ക്രൂയിസ്, ഫസി, ക്രൂയിസ് കൺട്രോളർ. ഓക്കെ, അവിടെ കൺട്രോളർ എന്തിനാണ് ഉപയോഗിക്കുന്നത്? ഒരു വെഹിക്കിളിനെ ഡിസൈഡ് സ്പീഡിൽ ഓടിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പം നിങ്ങൾ ജസ്റ്റ് ഒരു ബോക്സ് വരയ്ക്കാം. എന്നിട്ട് ഈ ഫസി റൂൾ ബേസ് ഇത് ഭയങ്കരമായിട്ട് കാണാതെ പഠിക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവ്ലി ലാർജ്, നെഗറ്റീവ് ലാർജ് നിങ്ങളൊന്ന് കണ്ടീഷൻ നിങ്ങൾക്ക് തന്നെ സ്വന്തമായിട്ട് എഴുതാം. റൂൾ 1, റൂൾ 2, റൂൾ 3 ഒക്കെ. പിന്നെ അത് വെച്ചിട്ട് നമുക്ക് എന്ത് ചെയ്യാം? ഫസി സെറ്റ് മാർക്കും ചെയ്യാം. എന്താ നെഗറ്റീവ്ലി ലാർജ് എപ്പോഴായിരിക്കും ഹൈ, എപ്പോഴായിരിക്കും ലോ എന്നുള്ളത് ആ ഓരോ സംഭവത്തിനും മാർക്ക്. അപ്പോൾ ഏതെങ്കിലും ഒരെണ്ണം നിങ്ങൾ എഴുതാൻ പഠിച്ചിരിക്കണം. ഓക്കെ, അതുപോലെ ഫസ്റ്റിഫിക്കേഷൻ ഓഫ് ഇൻപുട്സ് ഉണ്ട്. പിന്നെ വീണ്ടും അതിൻ്റെ എക്സാമ്പിൾസ് വെച്ചിട്ട് ഫുൾ എങ്ങനെയൊക്കെ മെമ്പർഷിപ്പ് ഫംഗ്ഷൻ ചെയ്യാമെന്നൊക്കെ പറഞ്ഞ് ഫുൾ കണക്ക് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഫോട്ടോസ്റ്റാറ്റിൽ ഇതുണ്ട്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അടുത്ത എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ എയർ കണ്ടീഷണൽ കൺട്രോളാണ്. അതാണ് എനിക്ക് തോന്നുന്നത് എളുപ്പമുള്ള എക്സാമ്പിൾ. അത് ജസ്റ്റ് ഒരു ഡയൽ മതി, വാം എയർ അല്ലെങ്കിൽ കൂൾ എയർ ഫ്ലോ ചെയ്യിക്കാൻ. എന്നിട്ട് തെർമോമീറ്റർ വേണം മെഷർ ചെയ്യാമെന്നുണ്ടെങ്കിൽ നമുക്ക് കൺട്രോളറിൻ്റെ എന്താണ് കണ്ടീഷൻ, തണുപ്പാണോ, കൂടുതലാണോ, കുറവാണോ, 0 ആണോ എന്നൊക്കെ പറയാൻ പറ്റും. അത് ഈ പറഞ്ഞ പോലെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഡിസ്ക്രൈബ് ചെയ്യാവുന്ന സംഭവമാണ്.